അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്കിപ്പോൾ ചർച്ച ചെയ്യാനുള്ളത് ദ ജിയോഗ്രഫിക്കൽ സെറ്റിംഗ് ആൻഡ് ദ പ്രീഹിസ്റ്റോറിക് കൾച്ചേഴ്സ് ഓഫ് ഇന്ത്യ. ജിയോഗ്രഫി സെറ്റിങ്ങും അതുപോലെ തന്നെ ഹിസ്റ്ററി കൾച്ചേഴ്സ് അതിൻ്റെ കൾച്ചേഴ്സിൻ്റെ ചരിത്രങ്ങളൊക്കെയാണ് നമുക്കിനി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. The physical geography and environmental conditions of a region include climate, soil types, water resources, and other topographical features. അതായത് ഒരു റീജിയൻ്റെ അതൊരു സ്ഥലത്തിൻ്റെ എൻവയോൺമെൻറ്റ് പരമായിട്ടുള്ളതും ജിയോഗ്രഫിക്കൽ പരമായിട്ടുള്ളതിൻ്റെ കണ്ടീഷനുകൾ അതിലൊക്കെ ഉൾക്കൊള്ളുന്ന വസ്തുക്കൾ അതിൽ ഒന്നാണ് ക്ലൈമറ്റ്, രണ്ടാമത്തത് സോയിൽ ടൈപ്പ് മണ്ണുകൾ, പിന്നെ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതൊക്കെ അതിൽ ഉൾക്കൊള്ളും. അത് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്ന നിലക്ക് പറയണം. അങ്ങനെ നിലക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റികളെ അതായത് ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്ക് ഇതിനെ ചെയ്യാം, 3 ഘട്ടങ്ങളൊക്കെ തിരിക്കാം. ഒന്നാമത് ദ ഹിമാലയാസ്, സെക്കൻഡ് വൺ റിവർ പ്ലെയിൻസ് ഓഫ് നോർത്ത് ഇന്ത്യ, അനദർ വൺ ദ പെനിൻസുലർ ഇന്ത്യ. അങ്ങനെ 3 ആക്കിയിട്ട് ചെയ്യാം നമുക്ക് തിരിക്കാം. അപ്പോൾ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. ആദ്യമായിട്ടാണ് ദ ഹിമാലയാസ്. നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ നീളം കൂടിയ ഒരു മലനിരകളാണ് ഹിമാലയ എന്നുള്ളത്. അതിന് ഏകദേശം 2400 കിലോമീറ്ററോളം ലോങ് ഉണ്ട്. അത് നമ്മൾ ഇറ്റ് പ്രൊട്ടക്ടസ് ഫ്രം ദ കോൾഡ് വൈൻഡ്സ് കമ്മിങ് ഫ്രം നോർത്ത്. അതായത് വടക്ക് ദിശയിൽ നിന്നും വരുന്ന ശക്തമായ തണുപ്പ് കാറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഹിമാലയ നമുക്ക് വേണ്ടിയിട്ട് തടഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പ് മൺസൂൺ റിസൾട്ട് റെയിൻഫാൾ, അതായത് നല്ല ശക്തമായ മഴകളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മൺസൂണുകളുണ്ടല്ലേ, അതിനൊക്കെ ഇത് തടഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദർ ആർ സം മൗണ്ടെയിൻ പാസസ് വിച്ച് സോ ഡിഫിക്കൽട്ട് ഹാവ് പ്രൊവൈഡഡ് ആസ്, അതായത് ഇതിൽ ഒരുപാട് മലനിരകളുണ്ട്. അതെങ്ങനത്തെയാണ് ഇപ്പോൾ മിഷനറിമാർ, അതായത് മതപ്രബോധകർ അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് അവർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാനും മറ്റും അവർക്ക് ഒരു കണക്റ്റ് ഉണ്ടാകാൻ, ഇന്ത്യയുമായിട്ടൊരു കണക്റ്റ് ഉണ്ടാകാനൊക്കെ രീതിയിലുള്ള നല്ല ഒരു മലനിരകളും ചെയ്യുന്നുണ്ട് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഏഷ്യയും ചൈനയും അതും ടിബറ്റിനൊക്കെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കാൻ, ഒരു കൾച്ചറൽ പരമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കുന്നതിൽ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോലാൻ ആൻഡ് ഖൈബർ പാസ്, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ബുദ്ധിസം അതൊക്കെ വന്നതൊക്കെ ഇതിലൂടെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ചെറുതായ രീതിയിലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ അതൊന്ന് ചെറുതായ രീതിയിലൊന്ന് നമുക്കിതൊക്കെ പരിചയപ്പെടാം. അടുത്ത രണ്ടാമതായിട്ടാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ഹിമാലയ, അത് കഴിഞ്ഞ് രണ്ടാമത് റിവർ പ്ലെയിൻസ് ഓഫ് നോർത്ത് ഇന്ത്യ, അതായത് തടാകങ്ങൾ. അതുപോലെ ഈ ഹിമാലയ, ഗ്രേറ്റ് ഹിമാലയ നമ്മളായിട്ട് 3 നദികളായിട്ടാണ് നമുക്ക് നൽകുന്നത്. അത് 3 നദികൾ, ഒന്നാമത് ഇൻദസ്, പിന്നെ ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. അതായത് സിന്ധു നദി, ഗംഗാ നദി, ബ്രഹ്മപുത്ര നദി, ഈ 3ഉം നമുക്ക് ഹിമാലയ നൽകുന്ന ഒന്നാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഫെർട്ടൈൽ ചെയ്യുന്നത്, അതായത് ഫലഭൂഷ്ഠത നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ് പ്ലെയിൻ, അതായത് നമുക്ക് 3 നദികളെ ഒന്ന് കുറിച്ച് പറയാം. സിന്ധു നദി ചെയ്യുന്നുണ്ട്, അത് പഞ്ചാബ്, സിന്ധ് ആ സ്ഥലങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ബ്രെഡ് ബാസ്ക്കറ്റ്, അതായത് ഇതിങ്ങനെ ഇങ്ങനെ പേര് വരാൻ കാരണം ഈ സ്ഥലത്ത്, ഈ മണ്ണുള്ള സ്ഥലത്ത് വീറ്റ്, അതായത് ഗോതമ്പ് ഒരുപാട് കൾട്ടിവേറ്റ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു ബ്രെഡ് ബാസ്ക്കറ്റ്, ഒരുപാട് വീറ്റ് കൾട്ടിവേഷൻ നമ്മൾ പറഞ്ഞപ്പോഴുണ്ട്. പിന്നെ സിന്ധ് റീജിയൻ, ഈ സിന്ധ് എന്നുള്ള സിന്ധു സ്ഥലം ലോവർ ഇൻഡസ് വാലി ആൻഡ് ഇറ്റ്സ് ഡെൽറ്റകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടല്ലോ, അതൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്.
പിന്നെ അടുത്തായിട്ടാണ് എന്ത് ഗംഗാ നദി. അതെന്തുണ്ട്, ഒരുപാട് മഴകൾ റെയിൻഫോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നൽകുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഈ ഗംഗാനദി എന്ത് ചെയ്യാം, നമുക്ക് മൂന്നാക്കി തിരിക്കാം. ഒന്ന് അപ്പർ, മിഡിൽ ആൻഡ് ലോവർ, അങ്ങനെ മൂന്നാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഗംഗ നമുക്ക് ഇനം തിരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അപ്പർ വെസ്റ്റേൺ സൗത്തേൺ പാർട്ട് ഓഫ് ഉത്തർപ്രദേശിൻ്റെ വെസ്റ്റും സൗത്തിലൊക്കെയാണ് എന്തുള്ളത് അപ്പർ പാർട്ടുള്ളത്. അതൊക്കെ എന്തുണ്ട്, ആര്യൻസിനെ വേദിക് പീരിയഡിൽ ആര്യൻസിനെ എന്ത് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഹെറിറ്റ് ചെയ്യാനെന്ത് പിന്നെ നമ്മളെ തലമുറ കൈമാറ്റം വരും. അങ്ങനെ രീതിയിലുള്ള ആര്യൻസാണ് ഈ സ്ഥലത്തുണ്ടായിരുന്നത്. രണ്ടാമത്തെ എന്താണ്, ആ സ്ഥലത്തിന് എന്ത് ഫെർട്ടൈൽ നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല മഴ അതൊക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ഈസ്റ്റേൺ ഉത്തർപ്രദേശും ബീഹാറും മഹാജനപദാസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. ഈ മിഡില് മൂന്നാമത്തെ ലോവർ എവിടെയാണുള്ളത് വെച്ചാൽ ബംഗാൾ റീജിയനിലാണ്. അതായത് നോർത്തേൺ പാർട്ട് ബ്രഹ്മപുത്ര നദിയാണ് ഇറിഗേറ്റ് ജലസേചനം നടത്തുന്നത്. പിന്നെ കോസ്റ്റൽ ഏരിയാസ്, തീരപ്രദേശങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിൽ ഒരുപാട് പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് കമ്മ്യൂണിക്കേഷന് പരമായിട്ടുള്ള ഒരുപാട് പ്രാധാന്യതകൾ നൽകുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുന്നത് തമ്രാലിപ്റ്റി അല്ലെങ്കിൽ തംലുക്ക്, അതൊക്കെ നല്ല പ്രധാനപ്പെട്ട സീപോർട്ട്, അതായത് ബീച്ചുകളാണ്, അതായത് കടൽ തീരങ്ങളാണ്. പിന്നെ വെസ്റ്റേൺ ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ, അധികമായിട്ടും ബ്ലാക്ക് സോയിലാണ് ഉൾക്കൊള്ളുന്നത്. അത് ഒരുപാട് ഇതിനൊക്കെ നമുക്ക് ഉണ്ടാക്കാനും അതിനുൽപ്പാദിപ്പിക്കാനൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഒരുപാട് നമ്മളെ ഇന്ത്യൻ കർഷകർ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തേതാണ് പെനിൻസുലാർ ഇന്ത്യ. അതായത് അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഡെക്കാൻ പീഠഭൂമികളെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പിന്നെ കോസ്റ്റൽ പ്ലെയിൻ ഓഫ് സൗത്ത് ഇന്ത്യനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഈ പ്ലാച്ചു എന്നുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ വിന്ധ്യ മൗണ്ടൈൻ്റെ സൗത്ത് ഭാഗത്തായിട്ടാണ് ഇത് ഉൾക്കൊള്ളുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 മേജർ റീജിയൻസ് വിച്ച് ലാർജ്ലി കറസ്പോണ്ട്, മൂന്നായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഒന്ന് പറയുന്നതാണ് റൈസ് ബോൾ. അതായത് ദ റൈച്ചർ ഡോബ് ഫോർ ഇറ്റ്സ് റൈസ് കൾട്ടിവേഷൻ ഹാസ് ബീൻ നോൺ ആസ്, അത് ഒരുപാട് അരികളും മറ്റൊക്കെ നോർത്തേൺ പാർട്ടിലൊക്കെ നേരത്തെ പറഞ്ഞ ബാസ്ക്കറ്റ്, അതുപോലെ തന്നെ പിന്നെ പ്ലാച്ചു പ്ലെയിനെ കുറിച്ച് നമ്മൾ പറയുന്നത് പീഠഭൂമികൾ ഒരുപാട് പീഠഭൂമികളുണ്ട്. പിന്നെ പ്ലാച്ചു ചെയ്യുന്നുണ്ട് വെസ്റ്റേൺ ഗാർഡ്സ്, ഈസ്റ്റേൺ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ചിട്ടും ഈസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് കോസ്റ്റൽ പ്ലെയിൻസ് ആണ്. അത് തമിഴ്നാട്ടിൽ, ഈസ്റ്റ് തമിഴ്നാട്ടിൽ, പിന്നെ കേരളയിൽ വെസ്റ്റ് ഭാഗത്ത്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് തീരപ്രദേശങ്ങൾ, കോസ്റ്റൽ പ്ലെയിൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, വളരെയധികം ചുരുക്കത്തിൽ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തായിട്ടാണ് ഇൻഫ്ലുവൻസ് ഓഫ് എൻവയോൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ്. അതായത് ഇപ്പം പ്രധാനമായിട്ടും ഇതിൽ ഒരുപാടുണ്ടെങ്കിലും പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത് സിന്ധ് റീജിയൻ, അതായത് റൈസ് ഓഫ് പത്താലിപുത്ര പിന്നെ ആൻഡ് മഗധ ഇൻ ബീഹാർ ക്യാൻ ആൾസോ ബി എക്സ്പ്ലെയിൻഡ് ഇൻ റിലേഷൻ ടു ഇറ്റ്സ് ഫിസിക്കൽ ഫീച്ചേഴ്സ് എൻവയോൺമെൻറ്റ്. പത്താലിപുത്രയും മഗധയിലെ ബീഹാറിലൊക്കെ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ പറ്റാലിപുത്ര സറൗണ്ടഡ് ബൈ ദ റിവേഴ്സ്. പത്താലിപുത്ര എന്നുള്ളത് റിവേഴ്സ്, നദികൾ, ഗംഗ, സോണ്, ഗണ്ഡക്, അങ്ങനെ ഒരുപാട് നദികളും മറ്റുമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് സറൗണ്ടഡ്, വലയം വെച്ചിട്ടുള്ളതാണ്. പിന്നെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ആൾസോ ഡിറ്റർമൈൻ ദ റിസോഴ്സ് പൊട്ടൻഷ്യൽ ഓഫ് എ റീജിയൻ. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കണ്ടീഷനുകളൊക്കെ ചെയ്യുന്നുണ്ട്, ഈ റിസോഴ്സുകൾ, അതിനെ കുറിച്ചിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ടാണ് പ്രീ ഹിസ്റ്റോറി കൾച്ചേഴ്സ്. ഈ പ്രീ ഹിസ്റ്റോറി കൾച്ചേഴ്സിൽ നമുക്കിപ്പോൾ എഴുതപ്പെട്ട, ഇപ്പോൾ അറിയപ്പെട്ട റെക്കോർഡുകളൊന്നും
ഇതിൽ ഇല്ല, അറിയപ്പെട്ട റെക്കോർഡുകളൊന്നും ഇതിൽ കാണിക്കുന്നില്ല. പക്ഷേ ഇതിലുള്ള നമുക്കുള്ള ഈ അറിവ് എന്നുള്ളത് എന്തിലാണ്? ഈ മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ആർക്കോളജി വിഭാഗം പുരാതന ഒരു കുഴിച്ചെടുക്കപ്പെട്ട മെറ്റീരിയൽ അതിൽ നിന്നൊക്കെയുള്ള അറിവുകൾ വെച്ചിട്ടാണ് നമുക്ക് ഇതിനോട് കുറിച്ചുള്ള അറിവുകൾ, പ്രീ ഹിസ്റ്റോറിക് കൾച്ചേഴ്സിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് കരസ്ഥമാകുന്നത്. അതായത് ഏർലിയസ്റ്റ് മാൻ ലിവിങ് ദിസ് പീരിയഡ് മേഡ് ടൂൾസ് ആൻഡ് ഇംപ്ലിമെന്റ് ഓഫ് സ്റ്റോൺ ഫോൺ ഇൻ ഹിസ് സറൗണ്ടിങ്സ്. അതായത് അവരുടെ പരിസരങ്ങളിലൊക്കെ കണ്ടെത്തപ്പെട്ടിരുന്ന അവരുടെ കല്ലുകൾ, പിന്നെന്ത് കല്ലുകൾ കൊണ്ടുള്ള ടൂള്, ആയുധങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ പണ്ടത്തെ ആൾക്കാർ പണ്ടത്തെ മനുഷ്യർ ചെയ്തിരുന്നത്, അവിടെ ജീവിച്ചിരുന്നത്. അങ്ങനെ അവിടുത്തെ ആയുധങ്ങളൊക്കെ നിർമ്മിതികളായിരുന്നു. അങ്ങനെയാണ് അതിനെ സ്റ്റോണേജ് നമ്മൾ പഠിച്ചല്ലോ. അതുകൊണ്ടാണ് അതിനെ സ്റ്റോണേജ് എന്ന പേരിൽ അറിയപ്പെട്ടത്. പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ദ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻ പ്രീഹിസ്റ്റോറിക് പീരിയഡ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ദ പാലിയോളിത്തിക് ഓർ ഓൾഡ് സ്റ്റോണേജ്, ദ മെസോളിത്തിക് ഓർ മിഡിൽ സ്റ്റോണേജ് ആൻഡ് ദ നിയോളിത്തിക് ഓർ ദ ന്യൂ സ്റ്റോണേജ്. അതായത് ഈ മനുഷ്യന്മാരുടെ പുരോഗതി, അങ്ങനെ അവരുടെ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രീ ഹിസ്റ്റോറിക് പീരീഡിന് ഇങ്ങനെ തിരിഞ്ഞിരിക്കുക, നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് പാലിയോളിത്തിക്, അതായത് ഓൾഡ് സ്റ്റോണേജ്, പിന്നെ മെസോളിത്തിക്, മിഡിൽ സ്റ്റോണേജ്, അല്ലെങ്കിൽ പിന്നെ നിയോളിത്തിക് അല്ലെങ്കിൽ ന്യൂ സ്റ്റോണേജ്. അങ്ങനെ 3 തരത്തിലായിട്ട് നമുക്ക് പിന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ മുൻപരിചയം ഉണ്ടാക്കുക. അതായത് പാലിയോളിത്തിക് ഏജ് കൾച്ചർ, പാലിയോളിത്തിക് ഏജ് അല്ലെങ്കിൽ പാലിയോളിത്തിക് കൾച്ചർ. അതായത് ഈ പാലിയോളിത്തിക് ഓൾഡ്, പിന്നെ ലിത്തിക്, അതായത് അതിൻ്റെ അർത്ഥം സ്റ്റോൺ എന്ന രീതിയിൽ, അതാണ് പാലിയോളിത്തിക് സ്റ്റോൺ, ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന രീതിയിലാണ് ഇത് പറയപ്പെടുന്നത്. പിന്നെ ഈ കാലഘട്ടം ജിയോഗ്രഫിക്കൽ പരമായിട്ട് വളരെയധികം ഈ ഭൂമിയുടെ ഉപരിതലമൊക്കെ വളരെയധികം മഞ്ഞ് കൊണ്ട് മൂടപ്പെട്ടതും വളരെയധികം തണുപ്പ് നിറഞ്ഞ സമയം ആയിരുന്നു. ആ ഫസ്റ്റ് പാരാഗ്രാഫിൽ ഇത് പറയുന്നുണ്ട്. അങ്ങനെ മനുഷ്യന്മാർക്കൊന്നും ജീവിക്കാൻ പറ്റാതെ, മനുഷ്യന്മാർക്കും ഹ്യൂമൻസിനും പ്ലാന്റിനും ലൈഫ് അവിടെ അതിജീവിക്കാൻ, സർവൈവ് ചെയ്യാൻ സാധിക്കില്ല, അവർക്ക് അവിടെ ജീവിക്കാൻ സാധിക്കില്ല. പിന്നെ ട്രോപ്പിക്കൽ റീജിയനിൽ ഈ ഐസ് ഇങ്ങനെ ഉരുകുകയും അങ്ങനെ അവിടെ ഇത് തുടർന്നു നമ്മളെ ഇത് തുടർന്നു എന്നാണ്, അതായത് ലൈഫ് തുടങ്ങി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അവിടുത്തെ അന്നത്തെ ജനങ്ങളൊക്കെ കുന്നിൻ്റെ സൈഡിലൊക്കെയാണ് ജീവിച്ചിരുന്നത്. അവർ ഉപയോഗിച്ചിരുന്ന സ്റ്റൂൾസായിട്ട് ഉപയോഗിച്ചിരുന്നത് കല്ലുകൾ കൊണ്ടുള്ള സ്റ്റൂൾസുകളായിരുന്നു. പിന്നെ മെറ്റൽ യൂസ് ചെയ്ത്, അതിനിപ്പോൾ ഉദാഹരണമായിട്ട് ബസാൾട്ട് മഹാരാഷ്ട്രയിലെ ആർക്കിയോളജിക്കൽ വിഭാഗം കണ്ടെത്തുന്നത് ബസാൾട്ട്, പിന്നെ ലൈം സ്റ്റോൺ, ചുണ്ണാമ്പ്, അതൊക്കെ കർണാടകയിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു മെറ്റൽ പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് ദ നേച്ചർ ഓഫ് പ്രോഗ്രസ് മെയ്ഡ് ഇൻ ടൂൾസ്, ടൈപ്സ് ആൻഡ് ടെക്നിക്സ്, ദ പാലിയോളിത്തിക് കൾച്ചേഴ്സ് ഹാവ് ഡിവൈഡഡ് ടു 3 phases. അതായത് അവരുടെ ടൂളുകൾ ഉപയോഗം, ടെക്നിക്കുകൾ, അതെല്ലാം വെച്ചിട്ട് നമുക്ക് പാലിയോളിത്തിക്കിനെ 3 തരമായിട്ട് വിഭജിക്കാൻ സാധിക്കും. അതായത് ദിസ് ആർ ലോവർ ഓർ ഏർലി പാലിയോളിത്തിക്, മിഡിൽ പാലിയോളിത്തിക്, അപ്പർ ഓർ ലേറ്റ് പാലിയോളിത്തിക്, അങ്ങനെ 3 രീതിയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ പാലിയോളിത്തിക് പീരീഡ് ടോട്ടലി 5 lakh to 10,000, 5 ലക്ഷം മുതൽ 10,000 BC വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലമാണ് പാലിയോളിത്തിക് പീരീഡ്. ഇനി അക്കാലത്ത് പ്രധാനമായിട്ട് ഉപയോഗിച്ച ടൂൾസ് ഓഫ് പാലിയോളിത്തിക് പീരീഡ്, ആ പാലിയോളിത്തിക് പീരീഡ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്ന ഇതിനെക്കുറിച്ചാണ്, ആയുധങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ മെയിൻ ടൂളുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഹാൻഡ് ആക്സസ്, പിന്നെ ക്ലീവേഴ്സ് ആൻഡ് ചോപ്പേഴ്സ്, ഇത് 3ആണ്. ഇതിനെ അതിനെ പേര് വിളിച്ചിരുന്നതാണ് ചോപ്പിംഗ് ടൂൾസ് എന്നാണ് അതിനെ പേര് വിളിച്ചിരുന്നത്. പിന്നെ മിഡിൽ പാലിയോളിത്തിക്കിൽ ഉപയോഗിച്ചിരുന്ന ടൂളുകളെ കുറിച്ചല്ലേ പറയുന്നുണ്ട്. ചിപ്പ്ഡ് പീസ് അല്ലെങ്കിൽ ഫ്ലേക്ക് ടൂൾ, അങ്ങനത്തെ രീതിയിലുള്ള ടൂളുകളാണ് മിഡിൽ പാലിയോളിത്തിക്, അത് പറഞ്ഞില്ല 3 ആക്കാൻ പറ്റുന്നു അതിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അപ്പർ പാലിയോളിത്തിക്കിൽ ഉപയോഗിച്ചിരുന്നതാണ് ബ്യൂറിൻസ്, സ്ക്രാപ്പേഴ്സ്, അതൊക്കെയാണ് അപ്പർ പാലിയോളിത്തിക് പീരീഡിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഇൻ ഹാൻഡ് ആക്സസ്, ആ ലാസ്റ്റ് വരില്ല, അതായത് ഇൻ ഹാൻഡ് ആക്സസ് ദ
ബുഡ് ആൻഡ് ഈസ് ബോർഡ്, അത് നമ്മൾ പിടിക്കുന്ന പ്രതലുണ്ടല്ലോ അത് വീതിയേറിയത്. പിന്നെ വർക്കിംഗ് എഡ്ജ്, അതായത് നമ്മൾ ഇപ്പോൾ കുത്തുന്ന സ്ഥലം ഉണ്ടാവില്ലേ അതെന്താ നാരോ തിങ്ങിയത് ചെറുതുമായിരുന്നു എന്ന് ഇതിൽ പറയുന്നുണ്ട്. പിന്നെന്ത് അത് ഉപയോഗിച്ചിരുന്നത് എന്താണ്, മരങ്ങൾ മുറിക്കാൻ, പിന്നെ കനാലുകൾ, റൂട്ട് വഴികളൊക്കെ എന്ത് ചെയ്യാൻ കുഴിക്കാനൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ക്ലീവേഴ്സ്, അതായത് എന്ത് ബൈഫേസ്ഡ് എഡ്ജ്, പിന്നെ എന്തിനാണ് ട്രങ്ക്, മരത്തിൻ്റെ ട്രങ്കുകളൊക്കെ എന്താ പൊട്ടിക്കാൻ, അതിനൊക്കെ എന്തുണ്ട് ഈ ക്ലീവേഴ്സ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ചോപ്പർ യൂണിഫേഷ്യൽ വർക്കിംഗ് എഡ്ജാണ്. പിന്നെ ചോപ്പിംഗ് പർപ്പസ്, ചോപ്പിംഗ് എന്തൊക്കെ കട്ട് ചെയ്യാൻ, മുറിക്കുക, വിറക് വെട്ടുന്നൊക്കെ അറിയില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അവിടെ ബ്ലേഡുകൾ പോലത്തെ ആരാണ്, അത് നമ്മൾ എന്തെങ്കിലും മുറിക്കാനൊക്കെ മറ്റും ഉപയോഗിക്കുക. അതിപ്പോൾ സോഫ്റ്റ് സ്റ്റോണുകളെയും പിന്നെ ഈ റോക്കുകൾ, ബോൺസ്, എല്ലുകൾ, റോക്കുകൾ, അതിനൊക്കെ എൻഗ്രേവ്, അതിനെ എൻഗ്രേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അടുത്തതാണ് സ്ക്രാപ്പർ, അതായത് അതും ഇതേപോലെ ഫ്ലൈക്കിൻ്റെ മറ്റൊരു തരം മെയ്ഡാണ്. അത് എന്താണ് മറ്റൊരു സംഭവമാണ്. അതായത് ഇതെന്തിനാണ്, ഫോർ ദ പർപ്പസസ് ഓഫ് ഒബ്റ്റൈൻഡ് ബാർക്സ് ഓഫ് ട്രീസ് ആൻഡ് സ്കിൻ ഓഫ് എനിമൽസിൻ്റെ തൊലികൾ, അതൊക്കെ ചിന്താൻ വേണ്ടിയിട്ടാണ് സ്ക്രാപ്പർ യൂസ് ചെയ്തിരുന്നത്. ഇനി അടുത്തതായിട്ട് അതിൽ പറയാനുള്ളതാണ് ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാലിയോളിത്തിക് സൈറ്റ്സ്, അതായത് ജിയോഗ്രഫിക്കൽ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ട്. ഇന്ത്യ സബ് കോണ്ടിനെൻ്റ് നീളത്തിലും വീതി നോക്കുമ്പോൾ ആകെ പാലിയോളിത്തിക് സൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. നോർത്തിൽ ഇപ്പോൾ കാശ്മീർ, പിന്നെ സോഹാൻ വാലി, പിന്നെ റാവൽപിണ്ടിയിലുള്ള സോഹാൻ വാലി ഇപ്പോൾ പാകിസ്ഥാനിലാണ്. അതോടൊക്കെ പാലിയോളിത്തിക് ടൂൾസുകളൊക്കെ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. പിന്നെ രാജസ്ഥാനിലും പാലിയോളിത്തിക് ടൂളുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ റിവർ ലൂണി. പിന്നെ വെസ്റ്റേൺ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അവിടെയും ഇവിടെ ഉപയോഗിച്ചിരുന്ന ടൂൾസുകളും അതൊക്കെ സബർമതി റിവറിൽ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്, മാഹിയിൽ. പിന്നെ ഗുജറാത്ത്, പിന്നെ മഹാരാഷ്ട്ര, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ ശേഷിപ്പുകളും മറ്റും അവിടെ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അതിൽ ഈ ഒരു ഫസ്റ്റ് പാരാഗ്രാഫിൽ ഇതെല്ലാം പറയുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് കണ്ടെത്തുന്നതാണ് ആ ജിയോഗ്രഫിയിൽ എവിടെയൊക്കെയാണ് അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദിസ് പീരീഡ് അതാണ് അതിൽ പറയുന്നത്. പിന്നെ സബ്സിസ്റ്റൻസ്, അതായത് അവർ പ്രധാനമായിട്ട് അതിജീവിച്ചിരുന്നത് എന്താണ്, ഹണ്ടിങ്, അതായത് വേട്ടയാടുക. പിന്നെ ഫുഡ് ഗ്യാതറിങ്, ഇതൊക്കെ ഒരുമിച്ച് കൂടുക, ഫുഡുകൾ ഒരുമിച്ച് കൂട്ടുക. പിന്നെ സിമ്പിൾ സ്റ്റോൺ ടൂൾസ്, അതായത് വലിയ സിമ്പിളായിട്ടുള്ള ഡിഗിങ്, അതൊക്കെ നമുക്ക് അതപ്പോൾ വേറെ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ നൊമാഡിക് ലൈഫ് രീതിയിലുള്ളതാണ്. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. പിന്നെ അങ്ങനെ എവിടെയാണ് വെള്ളം കൂടി നമുക്ക് സിമ്പിളായിട്ട് സുലഭമായിട്ട് ലഭിക്കുന്ന സ്ഥലം അവിടേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് അതിൽ സബ്സ്റ്റൻസ് ഓഫ് പാറ്റേൺസിൽ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ടാണ് മെസോളിത്തിക് കൾച്ചർ, അതായത് മെസോളിത്തിക് കൾച്ചർ മെസോലിത്തിക്, അങ്ങനെ രണ്ട് വേർഡിൽ നിന്നാണ് മെസോളിത്തിക് എന്നുള്ള ഈ വാക്ക് വന്നത്. ഗ്രീക്കിൽ മെസോ എന്നുള്ളതിന് എന്താ പറയുക, മിഡിൽ എന്നുള്ളതാണ്. ലിത്തിക്കിന് സ്റ്റോൺ, അതായത് മിഡിൽ സ്റ്റോൺ കൾച്ചർ, അതാണ് മൊത്തത്തിൽ ഇത് പറയുന്നത്. പിന്നെ അതെന്താണ്, ഇറ്റ് വാസ് ട്രാൻസിഷണൽ ഫേസ് ബിറ്റ്വീൻ പാലിയോളിത്തിക് ആൻഡ് നിയോളിത്തിക്. നിയോളിത്തിക്കിൻ്റെയും പാലിയോളിത്തിക്കിൻ്റെയും ഇടയിലുള്ള വളരെയധികം ഫേമസ് ആയ രീതിയിലുള്ള ഒരു അറിയപ്പെട്ട രീതിയിലുള്ള മെസോളിത്തിക്, അതായത് ഇടയിൽ വന്നത് ഒന്നാണ് മെസോളിത്തിക് കൾച്ചർ ഏജ്. അതിൻ്റെ തുടക്കം എന്നുള്ളത് 10,000 BC. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു 5 ലക്ഷം മുതൽ 10,000 BC വരെയാണ് പാലിയോളിത്തിക് ഉള്ളത്. ഒരുപാട് നീണ്ട കാലമായിരുന്നു. ഇത് 10,000 മുതൽ 8,000 BC വരെ ഉള്ളൂ ഈ മെസോളിത്തിക് ഏജ്. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ കാലാവസ്ഥ വളരെയധികം ചൂടായിരുന്നു. ഫ്ലോറ ആൻഡ് ഫൗണ നമ്മളറിയില്ലേ, അതിലൊക്കെ അതിൻ്റെ ചേഞ്ചുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നു, ചേഞ്ചുകളൊക്കെ ഉണ്ട് ഫ്ലോറ ആൻഡ് ഫൗണയിൽ. പിന്നെ മഞ്ഞുകളൊക്കെ ഉരുകുക. പിന്നെ ഈ കാലത്ത് ഈ മനുഷ്യർ മഞ്ഞുരുകുമ്പോൾ അവിടെ വെള്ളം കെട്ടും ഉണ്ടാവും, അപ്പോൾ അവിടെ മീനുകൾ ഉണ്ടാകും. അങ്ങനെ മീൻ പിടുത്തം അന്ന് തുടങ്ങി. അവിടുത്തെ മെയിൻ ടൂളായിട്ട് ഉപയോഗിച്ചിരുന്നത് മൈക്രോലിത്തിക്സ് അല്ലെങ്കിൽ സ്മോൾ സ്റ്റോൺ ടൂൾസ് എന്നൊക്കെ അറിയപ്പെടുന്ന മൈക്രോലിത്തിക് എന്നൊക്കെയാണ് അവിടുത്തെ അന്നത്തെ മെയിൻ ടൂള്. പിന്നെ അന്ന് പാറയിൽ ചിത്രം വര, ബിംബഡ്ക, അതായത് ഭോപ്പാലിലുള്ള
ബിംബട്ക എന്നുള്ള സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, റോക്ക് പെയിൻറ്റിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ടൂൾസുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മൈക്രോളിത്തിക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മെയിൻ ടൂള്, അതെന്താണ്, ചെറിയ ടൂളാണ്. ഒന്ന് മുതൽ 8 സെൻറ്റിമീറ്റർ വരെ എന്തെങ്കിലും നീളം ഉണ്ടാവും. പിന്നെ ജിയോമെട്രിക്, ജാമിതീയപരമായിട്ടുള്ള രൂപങ്ങൾ, ട്രയാങ്കിളിൽ, പിന്നെ ലൂണേറ്റ്സ്, ട്രാപ്പിസിയത്തിൻ്റെ മോഡൽ, ആ രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നുണ്ട് അന്നത്തെ ഈ ഇതൊക്കെ കണ്ടെത്തിയിരുന്നത്. അതായത് അന്നത്തെ ആയുധങ്ങൾക്കൊക്കെ ഷേപ്പുകൾ അതായിരുന്നു. പിന്നെ ദിസ് ടൂൾസ് ആൾസോ ഫിക്സ്ഡ് ഇൻ അതർ ഒബ്ജക്റ്റ് ടു ഫോം ആൻ ആരോ. ഈ ടൂൾ മറ്റൊരു ടൂൾ എടുത്തിട്ടുണ്ട്, ആരോ, അമ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ബുദ്ധിമാന്മാരായിരുന്നു. അങ്ങനെ അമ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ് കൾച്ചറിൽ നമുക്ക് കൾച്ചറൽ പരമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് സൈറ്റുകൾ ഏതൊക്കെയാണ്, ലംഗ്നാജ്, പിന്നെ ഗുജറാത്തിലാണ്. പിന്നെ ഭീംകട്ടാമ്പ് പറഞ്ഞല്ലോ, അവിടെ കണ്ടെത്തിയിട്ടുണ്ടെന്ന്, റോക്ക് പെയിനുകൾ കണ്ടെത്തിയിട്ടുണ്ട് പറഞ്ഞല്ലോ. അങ്ങനെ ഭീംകട്ട, പനിമന്തോ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അത് നമുക്ക് സിമ്പിളായ വാക്കിലാണ് അത് പറയുന്നത്. പിന്നെ അടുത്താണ് സബ്സിസ്റ്റൻസ് ഓഫ് നിലനിൽക്കുന്നത്, ഹണ്ടിങ്, പിന്നെ ഗാദറിങ് ഓഫ് ഫുഡ്, പിന്നെ ഗാദറിങ് ഫുഡ്, പിന്നെ ഒരുമിച്ചുള്ള ഹണ്ടിങ്ങും ഗാദറിങ്ങും. പിന്നെ ഫിഷിങ്, നമ്മൾ പറഞ്ഞല്ലോ ഫിഷിങ് തുടങ്ങിയത്. പിന്നെ അത് പ്രധാനമായിട്ടും ഇതിൽ പറയുന്നുണ്ട്. ബാക്കി ചെയ്യാം, സിമ്പിളായ ഇതിലാണ് നമ്മൾ വായിച്ചു നോക്കിയത്. പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു. പാലിയോളജിക്കും പറഞ്ഞു, മെസോളജിക്കും പറഞ്ഞു. പിന്നെ അടുത്താണ് നിയോളിത്തിക് കൾച്ചേഴ്സ് ആൻഡ് ദ അഡ്വെന്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ. ദ ലാസ്റ്റ് ഫേസ് ഓഫ് പ്രീഹിസ്റ്ററി ഈസ് ടേംഡ് ആസ് നിയോളിത്തിക്. അതായത് പ്രീഹിസ്റ്ററിയെ നമ്മൾ ചെയ്തു, മൂന്നാക്കി തിരിച്ചു. പാലിയോളിത്തിക്, മെസോളിത്തിക്, നിയോളിത്തിക്. അത് പാലിയോളിത്തിക് പറഞ്ഞു 5 ലക്ഷം മുതൽ 10,000 BC വരെ. പിന്നെ പാലിയോളിത്തിക് പറഞ്ഞു. പിന്നെ മെസോളിത്തിക് 5 ലക്ഷം മുതൽ 8,000 വരെയാണ്. പിന്നെ നിയോളിത്തിക് 8,000 BC മുതൽ. അപ്പോൾ ഈ മൂന്നാമത്തെ ലാസ്റ്റത്തെ പ്രീഹിസ്റ്ററിയാണ് പിന്നെ ലിത്തിക്, അതായത് സ്റ്റോൺ, അതായത് ന്യൂ സ്റ്റോൺ ഏജ് എന്നാണ്. നിയോളിത്തിക് അതായത് ന്യൂ സ്റ്റോൺ ഏജ് എന്നാണ് പറയുന്നത്. 8,000 BC മുതലാണ് തുടങ്ങുന്നത്. ഈ നിയോളിത്തിക് എന്നുള്ള വാക്ക് വാസ് കോയിൻഡ് ബൈ ജോൺ ലുബോക്ക്. അതായത് ജോൺ ലുബോക്ക് ആണ് ഈ വാക്ക് യൂസ് ചെയ്തത്. പിന്നെ അന്നത്തെ പ്രധാനപ്പെട്ട സ്വാഭാവികത ന്യൂ ടൈപ്പ് ഓഫ് ഗ്രൗണ്ട്, അതായത് പുതിയ ടൂൾസുകൾ, അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് പ്ലാന്റ്സുകൾ ഉണ്ടാകാനുള്ള തുടക്കമാണ്. അതിൻ്റെ ഒരു തുടക്കം ഈ നിയോളിത്തിക് കൾച്ചറിലാണ് ഉണ്ടായത്. പിന്നെ മൃഗങ്ങളെ, പശു, ആട്, പോത്ത്, അങ്ങനെ ഒരുപാട് മൃഗങ്ങളൊക്കെ വളർത്തുക, നായ, ഒരുപാട് മൃഗങ്ങളെ വളർത്തലും ഡൊമസ്റ്റിക്കേഷൻ തുടക്കം കുറിച്ചത് ഈ നിയോളിത്തിക് ഏജാണ്. പിന്നെ നിയോളിത്തിക് ഏജ് ഈ താഴെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പ്രധാനപ്പെട്ട 4. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, കൃഷി, പിന്നെ വളർത്തു മൃഗങ്ങൾ, പിന്നെ ഗ്രൈൻഡിങ്, പോളിഷിങ് ഓഫ് ടൂൾസ് ഹാവിങ് ഷാർപ്പർ എഡ്ജ്, നല്ല കൂർത്ത മനയുള്ള സ്റ്റോണുകളൊക്കെ പോളിഷ് ചെയ്യുക. പിന്നെ പിച്ചളപാത്രം, അതിൻ്റെ നിർമ്മാണം തുടക്കം ആരംഭം ഈ നിയോളിത്തിക് ഏജിലാണ്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ, ഈ ഡൊമസ്റ്റിക്കേഷനൊക്കെ ഒരു സെറ്റിൽ ലൈഫ്, വില്ലേജ് ലൈഫ്, നിയോളിത്തിക് റവല്യൂഷൻ. അതായത് ഈ കാലത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഈ മനുഷ്യന്മാരുടെ സോഷ്യോ എക്കണോമി ലൈഫ് ആവട്ടെ. അതായത് ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ ഒരു മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിന്നിപ്പോൾ ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് വന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പോൾ അവരുടെ ഹണ്ടിങ്, ഫിഷിങ്, ഒരുപാട് മാറ്റങ്ങൾ, ഡൊമസ്റ്റിക്കേഷന് ഒരുപാട് മാറ്റങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിന് നിയോളിത്തിക് റവല്യൂഷൻ എന്നാണ് പറയുന്നത്. ഏജിനേക്കാൾ ബെറ്റർ നിയോളിത്തിക് റവല്യൂഷൻ എന്ന് പറയുന്നതാണ് ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് പണ്ഡിതരൊക്കെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്.
പിന്നെ അന്ന് കാലത്ത് പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത് പിച്ചള പാത്രങ്ങൾ എന്ത് ഇപ്പോൾ ധാന്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പോട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ട് എന്ത് ധാന്യങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പിച്ചള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുക അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യും നമുക്കിത് കാണാൻ സാധിക്കും. പിന്നെ അതുകൊണ്ടാണ് എന്താ നിയോളിത്തിക് റവല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ടൂൾസ് ഓഫ് നിയോളിത്തിക് പീരീഡ് അന്ന് കാലത്ത് ഒന്ന് ഗ്രൗണ്ട് ടൂൾസുകളാണ്. ഇതുപോലെ സ്മൂത്ത് സർഫേസുകളായിരിക്കും, നല്ല വട്ടത്തിലായിരിക്കും, പിന്നെ സിമ്മട്രിക്കൽ ഷേപ്പുകൾ അതിലുള്ള പിന്നെ ഗ്രൈൻഡിങ് മേഡ് ടൂൾസ് നമ്മൾ പറഞ്ഞല്ലോ ഗ്രൈൻഡിങ് ഇത് പോളിഷ് ചെയ്യുന്നത് ഷാർപ്പറാവും, പിന്നെ പോളിഷ്ഡ് ആവും, പിന്നെ എന്താ വളരെയധികം മറ്റുള്ള കല്ലിൻ്റെ ഇതിനേക്കാൾ വളരെയധികം എഫക്റ്റീവായിട്ട് കുഴിക്കാനും മറ്റൊക്കെ ആയിട്ട് എന്ത് ഒരുപാട് എഫക്റ്റീവായത് ആകും. പിന്നെ ഗ്രൗണ്ട് സ്റ്റോൺ ടൂൾസ് അതെന്ത് വ്യത്യസ്ത തരത്തിലുള്ള ആക്സ് മഴുകളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. അതിന് നമുക്ക് പേരെടുക്കാൻ പറ്റുന്നതാണ് സൽറ്റ് എന്ന് നമുക്കതിനെ പേര് വെക്കാൻ കാര്യം. പിന്നെ അന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന ബോൺ ഒബ്ജക്റ്റ്, അതായത് എല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരുന്ന ഇയറിങ്, വളകൾ, പെൻഡൻറ്റ്, പിന്നെ ആരോ ഹെഡ്, ബോർഡർ, സ്ക്രാപ്പർ, നീഡിൽസ്, നൂലുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വസ്തുക്കളൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന് ഈ എല്ലുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നിയോളിത്തിക് സൈറ്റ്, അതൊക്കെ കാലത്ത് ജിയോഗ്രഫി പരമായിട്ടുള്ള കാര്യങ്ങൾ. നിയോളിത്തിക് സൈറ്റ് were spread over almost all region of Indian subcontinent. ഇന്ത്യ കൂടുതൽ നിയോളിത്തിക് കൾച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്. നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഓഫ് മഹർഗ ഈസ് ദ ക്ലാസിക് സൈറ്റ് ഓഫ് കാച്ചി പ്ലെയിൻ ഓഫ് ബാലുചിസ്ഥാൻ. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട്. ഇപ്പോൾ വീടുകളുടെ റൂം, ഇപ്പോൾ ഏത് സ്ഥലത്ത് നമുക്ക് സ്ഥലം പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ കാച്ചി, പിന്നെന്ത് മെഹർഗാഹിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ വീടുകൾ, നിയോളിത്തിക് പീപ്പിളിൻ്റെ വീടുകളൊക്കെ കുറിച്ചിട്ടൊക്കെ അന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സൺഡ്രൈഡ് ബ്രിക്കുകൾ, ഇഷ്ടികളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അവരുടെ ഒരുപാട് റൂമുകളൊക്കെ ചെറിയ ചെറിയ റൂമുകൾ അവർ തിരിച്ചിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൊക്കെ പറയുന്നുണ്ട് എവിടെയൊക്കെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തിരുശേഷിപ്പുകൾ. തമിഴ്നാട് മസ്കി, പിക്ലി ഹല്ലോർ, പിന്നെ ഉഡ്നൂർ, പിന്നെ ബുദ്ധിഹാൽ, പിന്നെ ആന്ധ്രാപ്രദേശ്, പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ടൂൾസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ബേലൻ വാലി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വായിച്ചൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ മില്ലറ്റ്, അതായത് രാഗിയായിരുന്നു അക്കാലത്ത് അന്നത്തെ ജനങ്ങളൊക്കെ സൗത്ത് ഇന്ത്യയിൽ കൃഷി ചെയ്തിരുന്ന പ്രധാന കൃഷി എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ അടുത്ത സബ്സിസ്റ്റൻസ് ഓഫ് പാറ്റേൺ എന്താണ്? അഗ്രികൾച്ചർ, കൃഷിയാണ്. പറഞ്ഞല്ലേ കൃഷിയുടെ തുടക്കം ഈ കാലത്താണ്. പിന്നെ ഹണ്ടിങ്, പിന്നെ എനിമൽസിനെ ചെയ്യുക, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുക, അതായത് അവരെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന വളർത്തുമൃഗങ്ങൾ. പിന്നെ സ്റ്റോൺ ടൂൾസ്, വ്യത്യസ്ത തരത്തിലുള്ള ഇപ്പോൾ സ്റ്റോൺ ടൂൾസ് പറയുമ്പോൾ ഇതുപോലെ പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് നമുക്ക് പറയാൻ സാധിച്ചു. പിന്നെ പ്രീ ഹിസ്റ്റോറിക് ആർട്ടുകളാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് പ്രീ ഹിസ്റ്റോറിക് ആർട്ടുകളാണ്. അതിനു മുമ്പ് നിയോളിത്തിക് കൾച്ചേഴ്സ് ക്രിയേറ്റഡ് ദ കണ്ടീഷൻ വിച്ച് ഹെൽപ്ഡ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ടൗൺസ് ഇൻ ദ ലേറ്റർ പീരിയഡ്. അതായത് നിയോളിത്തിക് ഈ ലാസ്റ്റ് വരിയിൽ പറയുന്നുണ്ട് നിയോളിത്തിക് കൾച്ചർ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ ടൗണുകൾ അതിനുള്ള ഒക്കെ അതിൻ്റെ ആപ്പാന്ന് പറയില്ല, അതായത് അതിൻ്റെ ഒരു പിതാവ് എന്ന നിലക്കുള്ള ഒരു സ്ഥാനം നൽകി. അതായത് അക്കാലത്ത് മുതലാണ് ജനങ്ങൾക്കൊരു ടൗൺ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നത്. പിന്നെ അവസാനം ലാസ്റ്റ് ഫൈനൽ സബ് ഹെഡിങ് ആണ് നമ്മുടെ ടെസ്റ്റിലത് ദ പ്രീ ഹിസ്റ്റോറിക് ആർട്ട്. അവിടെ പ്രധാനമായിട്ടും അന്നത്തെ പ്രീ ഹിസ്റ്റോറിക് കാലത്ത് ആർട്ട് രചന എന്നുള്ള റോക്ക് പെയിൻറ്റിങ് ആണ്. അതായത് പാറകളിൽ ചിത്രം വരയ്ക്കുക എന്ന രീതിയിലാണ്. അതിനുള്ള ഇപ്പോൾ അതിൽ എന്ത് രീതിയിൽ വരക്കും, അതായത് ഇപ്പോൾ ഒന്നെങ്കിൽ ഹണ്ടിങ് അതായത് വേട്ടയാടുന്ന ചിത്രങ്ങൾ, പിന്നെ ഫിഷിങ്, പിന്നെ ഫുഡ് ഗ്യാതറിങ്, പിന്നെ ബോറ്, ബഫലോ, മങ്കി, പിന്നെ നീലഗിരി, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പെയിൻറ്റിങ്. അതൊക്കെ എനിമൽസുകളാണ്. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ വരച്ചു കൂട്ടുന്നുണ്ട്. പിന്നെ സോഷ്യൽ ആക്ടിവിറ്റി, ചൈൽഡ് ബർത്ത്, പിന്നെ റിയറിങ് ഓഫ് എ ചൈൽഡ് ആൻഡ് ബ്യൂറൽ സെറമണി, അതായത്
കണ്ണി കണ്ടതൊക്കെ എന്ത് ചെയ്യുന്നത് അതായത് ഇതിൽ വരക്കുന്നതായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ദ സീൻ ഓഫ് ഹണ്ടിങ് ഇൻ എ ഗ്രൂപ്പ് സജസ്റ്റ് ദാറ്റ് മെസോളിത്തിക് പീപ്പിൾ ലിവ്ഡ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്. ദസ് വി ക്യാൻ സേ ദാറ്റ് the Mesolithic society was more stable than the one in Paleolithic age, though hunting guidance still remained its main purpose. അതായത് റോക്ക് പെയിൻറ്റിങ് ആണ് പ്രധാനമായിട്ട്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കണ്ടില്ലേ, അത് ഹണ്ടിങ്ങിൻ്റെ പരമായിട്ട് പല രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ പാഠം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയമോ അതോ മറ്റോ എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യുക, ചോദിക്കാൻ ഒരു മടിയും കാണിക്കണ്ട, ചോദിക്കുകയും ചെയ്യാം. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ ലാസ്റ്റിൽ എന്തുണ്ട്, ഒരു ഗ്ലോസർ ഉണ്ട്. അതായത് ആര്യൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, സിന്ധു നദീതീരൻ്റെ സിന്ധു നദിയുടെ സമയത്ത്. അപ്പോൾ ആര്യൻസിനെ കുറിച്ച് പറയുമ്പോൾ നോമഡിക് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഹു കെയിം ഫ്രം സെൻട്രൽ ഏഷ്യയിൽ വന്ന നോമഡിക് ഗ്രൂപ്പുകളുള്ള ജനങ്ങളാണ് ആര്യൻസ് എന്നുള്ളത്. പിന്നെ ബൊട്ടൻ്റ് വന്നില്ലേ, നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞു, ഒരു ആൻറ്റാക്സിനെ കുറിച്ച് പറഞ്ഞു. ബുട്ടൻഡീസ് ബോർഡർ, അതായത് ദ പോർഷൻ ഓഫ് ദ ടൂൾ, അത് ഒരു ടൂളിൻ്റെ ഒരു ഭാഗമാണ്. വിച്ച് ഈസ് ജനറലി ബോർഡ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിങ്. ഇത് പിടിക്കുന്ന സ്ഥലം, നമ്മളിപ്പോൾ ഒരു കൈക്കോട്ടൊക്കെ പിടിക്കുമ്പോൾ അതിൻ്റെ കാലില്ല, അതിനാണ് ബട്ടൻ്റ് എന്ന് പറയുക. പിന്നെ സെൽറ്റ്, അതായത് നമ്മൾ പറഞ്ഞു ഒരുപാട് ആക്സുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ നിയോളിത്തിക് ഏജിൽ ഗ്രൗണ്ട് ടൂളുകളായിട്ട് ആക്സുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പറയുന്ന പേരാണ് സെൽറ്റ്. അതായത് ടൈപ്പ് ഓഫ് സ്റ്റോൺ ആക്സ്, അതായത് ഒരു കല്ലിൻ്റെ ഒരു മഴു, അതിൻ്റെ ഒരു ടൈപ്പാണ്. അത് നിയോളിത്തിക് പീരിയഡിൽ ഉണ്ടാക്കിയ. പിന്നെ ഫൗണ, അത് എനിമൽ ലൈഫ് ഓഫ് എനി റീജൻ, ഏതൊരു സ്ഥലത്തുള്ള എനിമൽ, മൃഗീയ ജീവിതം. പിന്നെ ഫ്ലോറ, പ്ലാന്റ് ലൈഫ്. പിന്നെ ജഡക്കാസ്, അതായത് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് വിത്ത് ദ ടെയിൽസ് റിലേറ്റഡ് ടു ബുദ്ധാസ് ലൈഫ്, ബുദ്ധ ലൈഫുമായി ബന്ധപ്പെട്ട ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളാണ്. പിന്നെ മൈക്രോളിത്തിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെരി സ്മോൾ ആൻഡ് നാരോ ടൂൾസ് യൂസ്ഡ് ബൈ മാൻ ഇൻ ദി മെസോളിത്തിക് പീരിയഡിൽ യൂസ് ചെയ്തിരുന്നത് ചെറിയ ടൂൾസുകളാണെന്ന്. പിന്നെ മൗണ്ടൻ പാസ്, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ മൗണ്ടൻസ് വിച്ച് ഹെൽപ്പ് ഇൻ ഈസി ആക്സസ് ടു ദ അതർ സൈഡ്. അതായത് ഇപ്പോൾ ഹിമാലയങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു സ്ഥലങ്ങൾ, ഇപ്പോൾ കോൺടാക്ട് ചെയ്യാനും മറ്റൊക്കെ സിമ്പിളായ രീതിയിലുള്ള, അതാണ് ഇടവ് എന്ന് പറയുക. പിന്നെ പ്രീ ഹിസ്റ്ററി, അതാണ് നമ്മൾ മെയിനായിട്ടുള്ള ചർച്ച. അത് പ്രീ ഹിസ്റ്ററി എന്നത് പീരിയഡ് ഓഫ് അവർ പാസ്റ്റ് ഡാസ് ഡസ് നോട്ട് ഹാവ് റിട്ടൺ. അത് എഴുതപ്പെട്ട രീതിയിലുള്ള ഒരു അറിവുമില്ലാത്ത ഒരു പീരീഡ് കഴിഞ്ഞു പോയ നമ്മുടെ കാലത്താണ് പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പാഠം ചെയ്യുകയാണ്, അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു. ദ ജിയോഗ്രഫിക്കൽ സെറ്റിംഗ് ആൻഡ് ദ പ്രീ ഹിസ്റ്റോറിക് കൾച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്ന ഒരു പാഠത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പറഞ്ഞു തന്നത് ഷോർട്ട് നോട്ട് പറയുകയാണെങ്കിൽ ഹിമാലയനെ കുറിച്ച് പറഞ്ഞു, റിവർ പ്ലെയിൻ ഓഫ് നോർത്ത് ഇന്ത്യ പറഞ്ഞു, പിന്നെ പെനിൻസുലാർ ഇന്ത്യനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ മെസോളിത്തിക് ഏജ്, പാലിയോളിത്തിക് ഏജ്, പിന്നെ നിയോളിത്തിക് ഏജിനെ കുറിച്ച് പറഞ്ഞു, അവിടുത്തെ ടൂൾസുകൾ, അവിടെ ജിയോഗ്രഫിക്കൽ മാറ്റങ്ങൾ, പിന്നെ അവിടുത്തെ അവരുടെ സബ്സിസ്റ്റൻസ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അവസാനമായിട്ട് പ്രീ ഹിസ്റ്ററി പറഞ്ഞു, അന്നത്തെ കലകളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാ തലങ്ങളിലും ചെയ്തിട്ടുണ്ട്, ഇതിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെയ്യുക, ചോദിക്കുക. ഒക്കെ നിങ്ങളുടെ ദുആകളിലൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്തുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.